ഒരു അപകടം സംഭവിച്ചതിന് ശേഷം അപകടത്തിൽ പരിക്ക് പറ്റിയ ആളുകൾക്ക് ക്യാഷ് കൊടുത്താൽ കേസ് ഒഴിവായി പോകുമോ എന്നുള്ളത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അപകടം സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരം സാഹചര്യത്തിൽ നമുക്ക് സ്വയം പരിക്ക് പറ്റുന്നതിനപ്പുറം ആ അപകടത്തിലൂടെ മറ്റൊരാൾക്ക് ഒരു തേർഡ് പാർട്ടിക്ക് അപകടം സംഭവിക്കുകയും പരിക്ക് പറ്റുകയും ചിലപ്പോൾ അത് മൈനറായ പരിക്കുകളാകാം, അല്ലെങ്കിൽ വളരെ മേജറായ പരിക്കുകളാകാം, അല്ലെങ്കിൽ ഡെത്ത് തന്നെ ആകാം. ഇത്തരം സാഹചര്യങ്ങളിൽ പരിക്ക് പറ്റിയ ആളുകൾക്കോ അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്കോ ക്യാഷ് കൊടുത്ത് ആ ആക്സിഡന്റ് കേസ് സെറ്റിൽ ചെയ്യാമെന്ന ധാരണയിൽ ക്യാഷ് കൊടുക്കുകയും പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് കോടതിയിൽ നിന്ന് നോട്ടീസ് വരുമ്പോഴാണ് ഞാൻ അന്ന് ക്യാഷ് കൊടുത്തതാണല്ലോ പിന്നെ എന്താണ് ഇങ്ങനെ നോട്ടീസ് വരുന്നതെന്ന് ആലോചിച്ചിട്ട് എത്രയോ ആളുകൾ ബന്ധപ്പെടാറുണ്ട്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്നാമതായി വാഹനം നിർത്തുക എന്നുള്ളതാണ്. വാഹനം നിർത്താതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്താത്തതിന് നമ്മൾ മറ്റൊരു കേസ് കൂടി നമ്മൾ ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ വാഹനം നിർത്തി പരിക്ക് പറ്റിയവരെ പരിശോധിക്കുക. അവർക്ക് ഗുരുതരമായ പരിക്കുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതാണെങ്കിൽ അതിനുള്ള ഏർപ്പാട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒന്നുകിൽ അതിനുള്ള ഏർപ്പാട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറ്റുമെങ്കിൽ നമ്മൾ നേരത്തെ കൊണ്ടുപോവുക. ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഇത് ആക്സിഡന്റ് സംഭവിച്ചിട്ട് കൊണ്ടുവന്നതാണെന്ന കാര്യം നമ്മളോട് അറിയിക്കുക. അതോടൊപ്പം അവരുടെ ബന്ധുക്കളെ അറിയിക്കുക, പോലീസിനെ അറിയിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രാഥമികമായി നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ അവിടെ കാഷ്വാലിറ്റിയിൽ അടിയന്തരമായ ചികിത്സ നൽകിയതിനു ശേഷം അവർ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയാം. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റാരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനൊക്കെ സഹായിക്കേണ്ടി വരും. ഇതോടൊപ്പം ചിലപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയുള്ള ക്യാഷും അടക്കേണ്ടി വരും. കൂടാതെ നമ്മൾ പല ആളുകളും ചെയ്യാറുള്ളത് ഇതൊക്കെ ഏതായാലും ക്യാഷ് അടച്ചു, ഇനി ഇതിന്റെ കൂടെ കുറച്ച് അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൂടി കൊടുത്ത് ഈ ഭാവിയിൽ വരാവുന്ന കേസുകളെല്ലാം ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ക്യാഷ് കൊടുക്കുന്ന പല ആളുകളുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ മാനുഷികമായി അവർക്ക് ക്യാഷ് കൊടുക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് അവിടെ ചികിത്സക്ക് ആവശ്യമായ ക്യാഷ് കൊടുക്കാം, അതല്ലെങ്കിൽ കുറച്ചുകൂടി അതിന്റെ പ്രാഥമികമായ ചികിത്സക്കുള്ള ബില്ലുകളൊക്കെ അടക്കാം. ബന്ധുക്കൾ വരുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാമ്പത്തികമായും ശാരീരികമായൊക്കെ ചെയ്യാം. അതോടൊപ്പം അവർക്ക് സമാശ്വാസം എന്ന നിലയിൽ ചിലപ്പോൾ ക്യാഷും കൊടുക്കാം. ഇതൊക്കെ സ്വാഭാവികമാണ്. അതേസമയം ഈ ക്യാഷ് കൊടുക്കുന്നതിലൂടെ ഇതിന്റെ പിന്നാലെ ഉണ്ടാകുന്ന കേസുകളൊക്കെ ഒഴിവാകുമെന്ന ധാരണയിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവരോടാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ആക്സിഡന്റ് കേസുകളിൽ സാധാരണ നിലയിൽ രണ്ട് തരത്തിലുള്ള കേസുകളാണ് വരാറുള്ളത്. ഒന്ന് ക്രിമിനൽ കേസും മറ്റൊന്ന് പരിക്ക് പറ്റിയ ആളുകൾ കൊടുക്കുന്ന നഷ്ടപരിഹാരത്തിനുള്ള കേസുമാണ്, MACT കോടതിയിൽ കൊടുക്കുന്ന കേസ്. ഈ രണ്ട് കേസുകളാണ് വരിക. ക്രിമിനൽ കേസ് വരാനുള്ള മാനദണ്ഡം, പോലീസ് ഇവിടെ നമുക്കെതിരെ FIR ചുമത്തുന്നത് നമ്മൾ അശ്രദ്ധമായി മനുഷ്യജീവനെ അപകടം വരുത്തുന്ന രൂപത്തിൽ വണ്ടി ഓടിച്ചു പരിക്ക് ഉണ്ടാക്കിയെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് രണ്ട് തരത്തിലുണ്ട്. ചിലപ്പോൾ മൈനർ പരിക്കുകളാണെങ്കിൽ, ചെറിയ പരിക്കുകളാണെങ്കിൽ അത്തരത്തിലുള്ള വകുപ്പുകൾ ഉണ്ടാവുക. അതല്ല ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാവാം, ഇനി ഡെത്തുള്ള കേസുകൾ ഉണ്ടാവാം. അപ്പൊ ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ ആ വകുപ്പുകൾ മാറും. അപ്പൊ ഇത് കോമ്പൗണ്ടബിൾ ഒഫൻസ് ഉണ്ട്, നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പരസ്പരം പാർട്ടികൾ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാവുന്നതും ഒത്തുതീർപ്പാക്കാൻ കഴിയാത്ത വകുപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതില് ശരിക്കും കോടതികളിലാണ് ഇത്തരം സെറ്റിൽമെന്റ് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നടത്തേണ്ടത്. സാധാരണ ഇത്തരം കേസുകളിലൊക്കെ കോടതികൾ ഫൈൻ ഈടാക്കി ആ കേസുകൾ അവസാനിപ്പിക്കാറാണ് പതിവ്. പക്ഷേ ആ കേസ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കോമ്പൗണ്ട് ചെയ്യാനുള്ള വകുപ്പുകളൊന്നും നിയമം നൽകുന്നില്ല. ചില കേസുകളിൽ പോലീസ് മൈനർ കേസുകളാണെങ്കിൽ, വലിയ പരിക്കൊന്നുമില്ല, വണ്ടിക്ക് വലിയ ഡാമേജ് ഇല്ല, ഇത്തരം കേസുകളാണെങ്കിൽ പോലീസ് ചിലപ്പോൾ FIR ഇടുന്നത് ഒഴിവാക്കാൻ വേണ്ടി പാർട്ടികളുമായി സംസാരിച്ച് പോലീസ് സ്റ്റേഷൻ ഒത്തുതീർപ്പാക്കാറുണ്ട്. പക്ഷേ അവിടെയും നമ്മളത് കേസ് പൂർണ്ണമായും അവിടെ ഒത്തുതീർപ്പാക്കപ്പെട്ടു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ മാത്രം ബാധ്യതയാണ്. പിന്നീട് ചിലപ്പോൾ FIR ഇടാം. ഇനി അതല്ലെങ്കിൽ FIR ഇട്ടിട്ടില്ലെങ്കിൽ ഈ പരിക്ക് പറ്റിയ പാർട്ടിക്ക് കോടതിയിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്ത് FIR ഇടിയിക്കാം. ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് നമ്മൾ കോടതിയിൽ വെച്ച് ആ ക്രിമിനൽ കേസ് തീർക്കുകയും പിന്നെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളുടെ ചുമതലയാണ് ഇതിനുള്ള കോമ്പൻസേഷൻ വഹിക്കുക എന്നുള്ളത്. അതിനാണ് നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പൊ ആ നഷ്ടപരിഹാര തുക എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് വഹിക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനികൾ തന്നെയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രീമിയം അടച്ച് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പൊ അത് പൂർണ്ണമായിട്ടും ഇൻഷുറൻസ് കമ്പനികൾ തന്നെ വഹിക്കണം.
അതിന് പകരം നമ്മൾ പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്ത് കേസുകൾ ഒഴിവാക്കുമെന്ന ധാരണയിൽ നമ്മുടെ കാശും പോകും, നമ്മുടെ മുകളിലേക്ക് കേസുകൾ വരികയും ചെയ്യും. അതാണ് ഇതിലുണ്ടാവുക. വാഹനത്തിന്റെ ഇൻഷുറൻസ് നമുക്ക് വലിയൊരു കവചമാണ്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും വാലിഡാക്കി നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്ത വന്നത്. രാത്രി 12 മണിക്ക് ഇൻഷുറൻസ് ഡേറ്റ് കഴിയുന്നു, പുലർച്ചെ അപകടം സംഭവിക്കുന്നു. അതിൽ കോടതി നഷ്ടപരിഹാരമായി വിധിച്ച 10 ലക്ഷത്തോളം രൂപ നൽകേണ്ടി വന്നത് വാഹനത്തിന്റെ ഓണറാണ്. 1-2 മണിക്കൂറെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ ആ 2 മണിക്കൂറിന് ലക്ഷങ്ങളുടെ മൂല്യമുണ്ടാകുമെന്ന് തിരിച്ചറിയുന്നത് നാം അത്തരം സാഹചര്യങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷുറൻസിന്റെ കൂടെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ചില രേഖകൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ടാക്സി വാഹനങ്ങളാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ലെങ്കിൽ അത് കൃത്യസമയത്ത് പുതുക്കിയിട്ടില്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടായിട്ടും കാര്യമില്ല. ഇൻഷുറൻസിന്റെ ടേംസ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് നിഷേധിക്കാം. അപ്പൊ അതുകൊണ്ട് അത്തരം സങ്കീർണതകൾ ഒഴിവാക്കാൻ നമ്മുടെ വാഹനത്തിന്റെ പേപ്പറുകൾ എപ്പോഴും കൃത്യമായി വാലിഡ് ആണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നിങ്ങൾ ക്യാഷ് കൊടുത്തത് കൊണ്ട് കേസ് ഒഴിവായി പോകുമെന്ന് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ 5 പൈസ പോലും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം പലപ്പോഴും നമ്മളോട് കേസ് കൊടുക്കില്ല എന്ന് പറയുന്ന ആളുകൾ ഒരു പക്ഷെ അവർ കൊടുക്കുന്നതാവണമെന്നില്ല. അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ ഉപദേശകരോ പിന്നീട് ഇതിനുള്ള സാധ്യതകൾ മനസ്സിലാക്കി അവർക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലാക്കി ചിലപ്പോൾ കേസുകൾ കൊടുക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇക്കാര്യത്തിൽ വളരെ ആലോചനയോടെ തീരുമാനമെടുക്കുക, അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊരു നിയമവിഷയവുമായി വീണ്ടും കാണാം.